കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് അല്പ മിനിറ്റുകൾ പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിങ്കിലേക്ക് ഉയരട്ടെ. എല്ലാ ഉള്ളങ്ങളും ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രമാകട്ടെ. എല്ലാ അധരങ്ങളും സ്തോത്രത്തോടെ ചലിക്കട്ടെ. ഇരിക്കുന്ന ദൈവജനം എല്ലാവരും അല്പ മിനിറ്റുകൾ പ്രാർത്ഥനയിൽ ജാഗരിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ രാത്രി നമ്മൾ ഇടപെടുന്ന രാത്രിയാകുവാൻ, ദൈവാത്മാവിന്റെ രാത്രി ചില വ്യക്തികളെ ഇവിടെ പണിതെടുക്കുവാൻ, സ്വർഗം ഇന്ന് രാത്രി നമ്മുടെ തലയ്ക്ക് മീതെ തുറക്കപ്പെടുവാൻ, ജീവന്റെ പുസ്തകത്താളിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂടെ എഴുതി ചേർക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി തീരുവാൻ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിന്റെ യാഗപീഠത്തിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങുന്ന രാത്രിയാകുവാൻ, ഓ ദൈവത്തിന്റെ യാഗപീഠത്തിലേക്ക്, ഏലിയാവിന്റെ യാഗപീഠത്തിലേക്ക് സ്വർഗത്തിന്റെ തീ കത്തിയിറങ്ങിയപ്പോൾ വാനിന്റെ ശക്തികൾ മുട്ടുമടക്കിയതുപോലെ ഇന്ന് രാത്രിയിൽ ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ ഹൃദയത്തിന്റെ യാഗപീഠത്തിലേക്ക് ആത്മാവിന്റെ തീ ഇറങ്ങുന്ന രാത്രിയിൽ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ മുഴങ്കാൽ മടക്കത്തക്ക വിധം ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടേണ്ടതിന് ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പോരാടിക്കാതെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും അധരങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി ഇവിടെ യുദ്ധം നടക്കുകയാണ്. ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഇരുട്ടിന്റെ ശക്തികളോട്, പാതാള ഗോപുരങ്ങളോട്, സാത്താന്റെ ഒടുങ്ങാ പകയോട് ഈ രാത്രി ആത്മാവിൽ പണവരുത്തുകയാണ്. നിത്യതയുടെ ദർശനം അകക്കണ്ണിൽ ഉറയ്ക്കാതിരിക്കത്തക്ക വിധം ഇരുട്ടിന്റെ ശക്തികൾ ചില കണ്ണുകളുടെ ബന്ധനം അത് ആധിപത്യം എടുത്തിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ ദൈവപ്രവൃത്തി വ്യാപരിക്കണം. പരിശുദ്ധാത്മാവിയുടെ കനത്ത ക്രിയ വെളിപ്പെടുത്തണം. ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. കൃപ പ്രാപിച്ച ദൈവപൈതലേ, നിന്റെ മേൽ വ്യാപരിക്കുന്നത് സ്വയാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ദുരാത്മാവല്ല. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ രാത്രി നിന്റെ ഭക്തകൂടാരത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് അഭിഷേകത്തിന്റെ ഒഴുക്ക് വ്യാപരിക്കുന്ന രാത്രിയാണ്. ആത്മവ്യാപാരം അനുഭവിച്ചറിയുന്ന ദൈവജനം പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ ഈ രാത്രിയിലെ രോഗശാന്തികൾ ഇതിനകത്ത് നടക്കട്ടെ. ഇന്ന് രാത്രിയിൽ ചില കടുക്കെട്ടുകൾ ആത്മമണ്ഡലത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവപ്രവർത്തിക്കും വാഗ്ദത്തങ്ങൾക്കും എതിരെ ഉയരുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയുടെ ബന്ധിക്കപ്പെടട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാപങ്ങളെയും കേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്യുന്നതിന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആത്മീയ ശുശ്രൂഷകളിൽ ദൈവസാന്നിധ്യം വ്യാപരിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കനത്ത പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന രാത്രിയാകേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി ഈ രാത്രി യോഗത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു വേർതിരിക്കുന്നു. ദൈവാത്മാവ് ഇവിടെ ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ദൈവപ്രവൃത്തി ഇവിടെ വ്യാപരിപ്പാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിലയിൽ നമുക്ക് പറയാം, നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറി യാഗമാണ്. വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലൂടെ അല്ലാതെ രക്ഷയിലേക്ക് വന്നിട്ടുള്ളവരാരും ഇന്ന് രാത്രി ഇതിനകത്തില്ല. കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 15 വർഷം, കഴിഞ്ഞ 25 വർഷം പോരും പോരാട്ടവും ഉണക്കുന്ന ഉഷ്ണക്കാറ്റും നിറഞ്ഞ ഈ മരുപ്രയാണത്തിൽ രക്ഷയിൽ നിലനിന്ന ദൈവമക്കളല്ലേ എന്റെ മുൻപിലിരിക്കുന്നത്? നിങ്ങളെ രക്ഷയിൽ നിലനിർത്തിയ ഘടകം ഏതാണ്? നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം വചനം ജഡമെടുത്ത ക്രിസ്തുവാണെങ്കിൽ നമ്മെ രക്ഷയിൽ നിലനിർത്തുന്ന ഘടകം വചനം അക്ഷരത്തിലായ തിരുവെഴുത്താണ്. ഇന്ന് രാത്രിയിൽ അത് കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നത് ഓർത്ത് ആത്മനിർമ്മ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രിയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആത്മീയ അധികാരത്തിന്റെ ആയുധമോർത്തി ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതരായ കർത്തൃദാസൻ പാസ്റ്റർ ബാബു സക്കറിയ അവറുകൾ ക്രമീകരിച്ച ഈ അനുഗ്രഹീതമായ യോഗത്തിൽ പ്രിയപ്പെട്ടവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുവാനും കർത്തൃദാസനോടും കുടുംബത്തോടും ഇവിടെയുള്ള ദൈവമക്കളോടും ഈ പ്രദേശത്തുള്ള ആത്മീയ കൂടിവരവുകളിൽ പങ്കെടുക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരോടും ചേർന്ന്
ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മധ്യത്തിൽ തിരുവെഴുത്തുകളുമായി നിൽക്കുവാനും ദൈവമായ കർത്താവ് നൽകിയ വിലപ്പെട്ട സന്ദർഭത്തിനായി ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം സ്നേഹപൂർവ്വം ഇതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത് ത്യാഗപൂർവ്വം അധ്വാനിക്കുന്ന ഈ സ്ഥലം സഭയുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ പുറകിൽ നിന്ന് അധ്വാനിക്കുന്ന ആദരണീയനായ ദൈവഭൃത്യനും അദ്ദേഹത്തോടൊപ്പമുള്ള അനുഗ്രഹീതരായ ദൈവമക്കൾക്കും എന്റെ ഹൃദയംഗമമായ കൃതജ്ഞത ഈ തരുണത്തിൽ പ്രകാശിപ്പിക്കട്ടെ. ഞാൻ ക്രിസ്തുവിൽ ഏറെ ആദരിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ ബാബു അവர்கள் അനുഗ്രഹീതവും ഹ്രസ്വവും ചിന്തോദ്ദീപകവുമായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഈ യോഗം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചു. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി തേജസ്സോടെ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി നോക്കുന്ന ഒരു ദൈവപൈതലിന്റെ ദൃഷ്ടിക്ക് വിഷയീഭവിക്കത്തക്ക വിധം തേജസ് ഉടുത്തുകൊണ്ട് ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ കൂടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവസന്നിധിയിൽ വാഹൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി മരിച്ചു മൺമറഞ്ഞ ഒരുത്തന്റെ ശവകുടീരത്തിന് മുൻപിലിരുന്ന് വിലാപഗാനം പാടാൻ കടന്നു വന്നിട്ടുള്ളവരല്ല വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ. ശവശിഷ്ടത്തെ ആരാധിക്കാൻ മെഴുകുതിരി കത്തിച്ചു വന്നിരിക്കുന്നവരല്ല ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനെ ആത്മാവിൽ കണ്ടുകൊണ്ട് അവന് ജയഘോഷം അർപ്പിപ്പാൻ കടന്നു വന്നിരിക്കുന്നവരാണ് കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവിന്റെ കാര്യം ഇവിടെ ചലിക്കുന്ന രാത്രിയാണ്. കർത്താവിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ ഇന്ന് രാത്രി ഇരിക്കുന്നത് എവിടെയാണെന്നും ആർക്ക് കൊടുക്കാൻ വന്നിരിക്കുന്നുവെന്നുമുള്ള ഉത്തമ ബോധ്യം ഇന്ന് രാത്രി നമ്മെ ഭരിക്കണം. കർത്താവിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു ശാസ്ത്രീയ ലേഖനത്തിൽ ഇങ്ങനെ കാണുവാനായിട്ടിടയായി. ആകാശം പല തട്ടുകൾ നിറഞ്ഞതാണ്. ഓസോൺ, സ്ട്രാറ്റോസ്, അയണോസ് ലെയറുകൾ, വിവിധ തട്ടുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4ാം ഭാഗത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് നിരന്തരം 2 കിരണങ്ങൾ പ്രവഹിക്കുന്നുണ്ട്, 2 റൈസുകൾ പ്രവഹിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ റൈസ് കാന്തിക തരംഗങ്ങളാണ്, മറ്റൊന്ന് ഇലക്ട്രോണിക് തരംഗങ്ങളാണ്. ഈ 2 തരംഗങ്ങൾ ഒരുമിച്ച് ഒരു ഒബ്ജക്റ്റിൽ പതിച്ചാൽ അത് റേഡിയോ തരംഗങ്ങളായി പരിണമിക്കുകയും ആ വസ്തുവിന്റെ ചിത്രം തിരിച്ച് പ്രവഹിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ആ വസ്തുവിന്റെ ചിത്രം എടുക്കത്തക്ക വിധത്തിൽ ഈ 2 റൈസുകളും ഒരു ഒബ്ജക്റ്റിലേക്ക് വന്നു പതിച്ചാൽ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ തുടക്കം മുതൽ, ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ, ഇവിടെ കൊച്ചു വിത്ത് വളരാൻ അവസരം കിട്ടിയ കാലം മുതൽ, ഈ പ്രകൃതി ഇങ്ങനെ സമഞ്ജസമായി ക്രമീകരിച്ച 1-ാം ദിവസം മുതൽ ഈ 2 റൈസുകൾ ഒരുപോലെ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അത് വസ്തുക്കളിൽ തട്ടിയിട്ട് തിരിച്ച് കാന്തിക തരംഗങ്ങളും ഇലക്ട്രോണിക് തരംഗങ്ങളും റേഡിയോ തരംഗങ്ങളായി തിരിച്ചു മടങ്ങുകയാണ്. ശാസ്ത്രം അതിനെ, ഈ ക്യാമറ കണ്ണുകളെ, ഈ ഫോട്ടോ ദൃഷ്ടികളെ ശാസ്ത്രം ഓസ്മോസിക് ക്യാമറ എന്ന് പറയുന്നു. എങ്കിൽ 4ാം തട്ടിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ഈ 2 റൈസുകൾ മുഖാന്തരം ഭൂമിയിലെ വസ്തുക്കളുടെ ഇമേജുകൾ മുകളിലേക്ക് ഉയരുന്ന ഒരു ക്യാമറ കണ്ണ് മുകളിൽ ഇരിപ്പുണ്ട് എന്ന് ശാസ്ത്രം പറയുമ്പോൾ ആ കണ്ണ് ഏതാണെന്ന് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾക്കറിയാം. മറ്റാരുമല്ല, അഗ്നി ജ്വലിക്കുന്ന എന്റെ നാഥന്റെ കണ്ണുകൾ ഇതിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുകയാണ്. സ്തോത്രം. നാം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മെ നന്നായി അറിയുന്ന ഒരുവന്റെ കണ്ണ് ഇതിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന രാത്രിയാണ്. വിശ്വാസ കണ്ണുകളാൽ അത് കാണുന്ന ദൈവജനത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത സമയങ്ങളിൽ കൂടുതൽ ഗൗരവമേറിയ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് അഭയ കൊലക്കേസ്. നിങ്ങൾക്കൊക്കെ അറിയാം അഭയ കൊലക്കേസ്. ഇന്നേക്ക് 16 കൊല്ലം മുൻപ് കോട്ടയം പയസ്റ്റന്റേത് കോൺവെന്റിന്റെ താഴത്തെ അടുക്കള മുറിയിൽ എന്താണ് നടന്നത് എന്ന് നമുക്കറിയില്ല. അതിനകത്തെ ദുരൂഹതകൾ യാഥാർത്ഥ്യമാണെന്ന് ഒരു വശം ആളുകൾ പറയുമ്പോൾ മറുവശം സത്യസന്ധതയിൽ കൈകഴുകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ കേരളത്തിൽ ഞാൻ കടന്നുപോരുന്നതിന് ചില മാസങ്ങൾക്ക് പുറകിൽ അഭയ കൊലക്കേസിന്റെ പേരിൽ 2 പുരോഹിതന്മാരെയും സഫി എന്ന കന്യാസ്ത്രീയെയും അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡിലേക്ക് വിട്ടുകൊടുക്കേണ്ടതുകൊണ്ട് ഹൈക്കോടതി ജഡ്ജി ബസ്സൊന്ന് പുറപ്പെടുവിച്ച ഒരു വിധി പ്രസ്താവനയുടെ വിധിന്യായം എന്റെ കൈവശം ഇരിപ്പുണ്ട്. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്റെ കൈവശം ഇരിപ്പുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിൽ നീതി നടപ്പായില്ലെങ്കിൽ പോലും സ്വർഗത്തിന്റെ കോടതി നീതി നടപ്പാക്കും എന്നോർക്കണം. ആ പറഞ്ഞ പ്രയോഗത്തിൽ
ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സത്യം തുറന്നു പറയുവാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ ഇരുൾ മൂടിയ നരകാഗ്നിയിലായിരിക്കും അവർ കിരിപ്പിടം ഒരുങ്ങുക എന്ന പ്രസ്താവനയോടുകൂടെയാണ് കോടതി വിധി പൂർത്തിയാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഒരു വസ്തുത ഞാൻ പറയാം. ഇവിടുത്തെ പല കോടതികളുടെയും വിധി, പ്രത്യേകിച്ച് കേരളത്തിലെയും ഇന്ത്യയുടെയും കോടതികളുടെ വിധിയുടെ സത്യസന്ധത സംശയിക്കണം. ഞങ്ങളുടെ അടുക്കൽ ഒരിക്കൽ നടന്ന കൊലക്കേസാണ് മറിയക്കുട്ടി കൊലക്കേസ്. നിങ്ങളിൽ പലർക്കും അറിയാം. ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ആ സ്ഥലം, സംഭവം നടന്ന സ്ഥലം. എന്നാൽ അതിൽ ഒരു പരമാർത്ഥിയായ പുരോഹിതനെ കുരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ അദ്ദേഹത്തിന്റെ ഓഫീസുമായി അധികാരികൾ ചെങ്ങാത്തം സ്ഥാപിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന്റെ അലക്കുകാരനെ സ്വാധീനിച്ച് ഒരു കുപ്പായം കൈവശം ഈ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കണം, ദയവായി മാതാപിതാക്കൾ ആരാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ദയവായി ഈ ഗ്രൗണ്ടിൽ നടുവിൽ കളിക്കാൻ വിടരുത്, അവർ പുറകോട്ട് പോയിരുന്ന്, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പുറകോട്ട് പോയിരുന്ന് ആ രംഗത്ത് നിന്ന് ഇവരെ നിയന്ത്രിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതെ, ഒരു അലക്കുകാരനെ സ്വാധീനിച്ച് മന്ദമരുതിയിലുള്ള ഒരു റബ്ബറിൻ തോട്ടത്തിൽ ഈ കുപ്പായം കൊണ്ടുവയ്ക്കുകയും അതിനോടൊപ്പം കൊല്ലത്തു നിന്നൊരു കത്തി പണിയിച്ചൊരു കൊല്ലനെ കൊണ്ട് അവിടെ കൊണ്ട് സ്ഥാപിക്കുകയും വിദഗ്ധമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കോടതി അദ്ദേഹത്തെ തൂക്കാൻ വിധിക്കുകയും തൂക്കിക്കൊല ജീവപര്യന്തമായി കുറയ്ക്കുകയും അതിനുശേഷം അദ്ദേഹം മരണത്തോടടുക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കൊലയ്ക്ക് കുതന്ത്രങ്ങൾ തയ്യാറാക്കിയ ആളുകൾ ശാപഗ്രസ്തരായി മാറിയത് കൊണ്ട് അദ്ദേഹത്തെ ചെന്ന് കണ്ട് ക്ഷമാപണം ചോദിക്കുകയും ചെയ്യുന്ന വാർത്ത നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചതാണ്. എന്നാൽ ഞാനൊരു വസ്തുത പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അഭയക്കൊല കേസിന്റെ പേരിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വിധി പ്രസ്താവന പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഭൂമിയിൽ നീതി നടപ്പായില്ലെങ്കിൽ പോലും സ്വർഗത്തിന്റെ കോടതി നീതി നടപ്പാക്കുമെന്ന് ഓർക്കണം എന്ന് പറഞ്ഞാൽ, ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു കോടതി ഉയരത്തിലുണ്ട് എന്നാണ് ആ ജഡ്ജി പറഞ്ഞതെങ്കിൽ ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീതിയോടെ വിധിക്കുന്ന ഒരുവന്റെ കരം ഇതിന്റെ മുകളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ കണ്ടാട്ടെ. ഇതൊരു സാധാരണ യോഗമല്ല, ദൈവഹിതത്തിന്റെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടെ തിരുവെഴുത്തുകളുടെ മുമ്പിൽ തികച്ചും ഗൗരവത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2 വേദഭാഗങ്ങൾ നമുക്ക് ശാന്തമായി വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും തിമത്തിയോസിന്റെ 2-ാം ലേഖനം, ധന്യനായ പൗലോസ്ലീഹയുടെ ജീവിതത്തിന്റെ അന്ത്യമൊഴികളിൽ ഒന്നായ തിമത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും ശബ്ദമുയർത്തി വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇനിയും തിമത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കൂടെ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രിയിൽ നമുക്ക് തിരുവെഴുത്തുകളുടെ മുൻപിലായിരിക്കാം. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എഴുതി തരേണ്ടതിനായി ഞാൻ ആത്മനിറവോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഏറ്റവും അനുഗ്രഹീതനായ പുതിയ നിയമസഭയുടെ ഉപദേശ സത്യങ്ങൾ വിശദീകരിപ്പാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട കരുത്തുറ്റ പ്രഭാഷകനായ മികവുറ്റ പണ്ഡിതനായ
അനുഗ്രഹീതനായ കർത്തൃദാസൻ ധന്യനായ പൗലോസ്ലീഹ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച ഈ അഭിഷിക്തനായ കർത്തൃദാസൻ തന്റെ മരണ ദിവസങ്ങളോട് അടുക്കുന്ന സമയം മരണം ഒരു വെളിപ്പാടകലെ തന്റെ കൺമുൻപിൽ വന്നു നിൽക്കുന്ന ഈ പ്രത്യേക ഘട്ടം, ഈ അനുഗ്രഹീതനായ കർത്തൃദാസൻ ചരിത്ര പ്രസിദ്ധമായ റോമിലെ മാർമാർട്ടിൻ ഗുഹകളിൽ ഒന്നിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കഴിയുകയാണ്. മരണത്തെ കുറിച്ച് തന്റെ മുൻപിൽ വ്യക്തമായ ബോധ്യം നൽകി കഴിഞ്ഞു. ഒരു പ്രത്യേക കൽത്തൂണിന് മുകളിലേക്ക് തല ചായ്ച്ചിട്ട് തന്റെ കഴുത്തിലൂടെ ഖഡ്ഗം, കഴുത്തിലൂടെ പടവാൾ കയറി ഇറങ്ങി ആ പടവാളിന് ഊണായി ആ കഴുത്ത് വാളിന് വെച്ചുകൊടുത്ത് തന്റെ ശിരച്ഛേദം നടത്തി തന്റെ കഴുത്തിൽ നിന്ന് ഊറി ഒഴുകുന്ന ചോരത്തുള്ളികൾ ആ കൽത്തൂണിന്റെ ചുവട്ടിൽ വീണാണ് താൻ ലോകത്തോട് യാത്ര പറയുന്നത് എന്ന് തനിക്ക് മനസ്സിലായതുകൊണ്ട് തന്റെ മരണത്തെ സംബന്ധിച്ച് താൻ ഇങ്ങനെ പറഞ്ഞു: പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. അപ്പോൾ മരണവിധം, മരണസമയം, മരണസ്ഥലം, കുലരീതി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മരണത്തിന് തൊട്ടു മുൻപ് ഈ കർത്തൃദാസൻ ചരിത്ര പ്രസിദ്ധമായ മാർമാർട്ടിൻ ഗുഹകളിൽ ഒന്നിൽ കഴിയുകയാണ്. ഈ കർത്തൃദാസനെ സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ ഇദ്ദേഹം 65 കോടി ഡോളറിന്റെ സ്വത്തിന്റെ നെറുകയിൽ കഴിഞ്ഞ ഒരു കുടുംബത്തിൽ പിറന്നവനാണ് എന്നാണ് ചരിത്രം പറയുന്നത്. പിതാവ് 3 കപ്പലിന്റെ ഉടമയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അറിയപ്പെട്ട 3 ഉന്നത കോളേജുകളുടെ ഡിഗ്രികൾ സമ്പാദിച്ച, വാക്ചാതുര്യത്താൽ വാക്കുകൾ ഗൗരവമേറിയ നിലയിൽ പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ള അഭിഷിക്തനായി കർത്തൃദാസൻ കിലിക്കിയയിൽ നിന്ന് കൊണ്ടുവന്ന മികവുറ്റ താർക്കികന്മാരിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ അത്ര ശ്രദ്ധേയനായി കർത്തൃദാസൻ 30ലധികം പട്ടണങ്ങളും 39ലധികം ദ്വീപുകളിലും അടിച്ചുയർന്ന ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു കാലഘട്ടത്തിന്റെ സുവിശേഷതാത ഉയർത്തുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഈ കർത്തൃദാസൻ ഇപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ മാർമാർട്ടിൻ ഗുഹകളിൽ ഒന്നിൽ മരണദിനം എണ്ണിക്കഴിയുകയാണ്. മാർമാർട്ടിൻ ഗുഹയെ കുറിച്ചും ഈ അറസ്റ്റിനെ കുറിച്ചും വിസ്താരത്തെ കുറിച്ചും ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിൽ ഏറ്റവും നീചനായ ഭരണകർത്താവായിരുന്നു റോമ അധികാരം വെച്ചു പുലർത്തിയ നീറോ കൈസർ. അദ്ദേഹത്തിന്റെ ഭീകരതയിൽ സ്വന്തം ഭാര്യയെ കൈകൊണ്ട് കൊന്ന, സ്വന്തം അമ്മയെ നീചമായി കൊന്ന ഈ നീറോ ഒരു ശില്പകലാ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉയർന്ന ഒരു മോഹമാണ് ശ്രദ്ധേയമായ റോമ പട്ടണത്തെ നയന മനോഹരമായി പുതുക്കി പണിയുക എന്നുള്ളത്. എങ്ങനെയാണ് റോമ പട്ടണത്തെ പുതുക്കി പണിയുക? നിരവധി ചാലകൾ നിറഞ്ഞ, നിരവധി സാധുക്കളുടെ ടെന്റുകൾ നിറഞ്ഞ റോമ പട്ടണം, സാധുക്കൾ കൂട്ടമായി പാർക്കുന്ന ഈ മേഖലകളെ പുതുക്കി പണിയുവാൻ, അവരെ ഒഴിച്ചുവിടുവാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഈ കരിങ്കല്ല് പോലെ കഠിന ഹൃദയനായ നീചനായ നീറോ ഒരു കുതന്ത്രം ഉപയോഗിച്ചു. കുതന്ത്രം മറ്റൊന്നല്ല, അവിടെ ഭീകരമായി തീ കത്തിക്കുക, അങ്ങനെ കൂട്ടമായി അവരെ കൊല്ലുക. അങ്ങനെ ഒരു രാത്രിയിൽ നീറോയുടെ രാജകിങ്കരന്മാർ, ആ രാജാവിന്റെ കിങ്കരന്മാർ ഇതാ റോമ പട്ടണത്തിന് തീ കൊടുത്തു. റോമ പട്ടണം, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ കത്തി എരിയുന്ന നിലവിളി, കൂട്ട മരണ നിലവിളി, മാനം മുട്ട ഉയരുന്ന സമയം റോമ പട്ടണത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇയാളുടെ കൊട്ടാരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഈ കുലനിലവിളി കണ്ടുകൊണ്ട് അയാൾ വീണ വായിച്ച് സന്തോഷിച്ച ഒരു മനോരോഗിയായിരുന്നു ചരിത്രം പറയുന്നു. അദ്ദേഹം ഈ വിഷയത്തിന് പുറകിൽ തന്ത്രങ്ങൾ ഒരുക്കിയതോടുകൂടെ അന്ന് റോമിലെ ജനങ്ങൾ മുഴുവൻ കൊട്ടാരത്തിന് നേരെ തിരിഞ്ഞു. ജനങ്ങളിൽ രോഷം ആളിപ്പറന്നു. ജനങ്ങൾ പൊതുരോഷത്തിൽ സമ്മേളിച്ച് കൊട്ടാരത്തിന് നേരെ ലഹളയ്ക്ക് ഇരമ്പി അടുക്കുന്ന സമയം നീറോ പറഞ്ഞു കൊടുത്ത ഒരു തന്ത്രമുണ്ട്. ഇതിന് കാരണക്കാരായ ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. അവർ മറ്റാരുമല്ല, ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരു പറ്റം ക്രൈസ്തവർ ഇവിടെയുണ്ട്. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ. എന്തിന്? ഇതോടുകൂടെ രാജസേവകന്മാരിൽ നിന്നും ഈ വാർത്ത കിട്ടിയതോടുകൂടെ സാധാരണക്കാരുടെ രോഷം ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞു. ക്രൈസ്തവരെ നീചമായി കൊല്ലുന്ന രീതികളാണ് ആസൂത്രണം ചെയ്തത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വരഹിതവും ക്രൂരവുമായി ക്രൈസ്തവരെ കൊല്ലുകയാണ്. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിക്കുക, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി വയറ് വീർപ്പിച്ച് വളർത്തി കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിക്കുക, വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ ചെമ്പ് ചങ്ങലകൾ കൊണ്ട് വലിച്ചടുപ്പിച്ച് ക്രൈസ്തവരുടെ കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി കൈകാലുകൾ കഴിഞ്ഞ് ചങ്ങലകളുടെ കുരുക്കഴിച്ചു വിടുമ്പോൾ ഇതാ ശരീരം 2 തുണ്ടുകളായി 2 വൃക്ഷക്കൊമ്പുകളിൽ കീറിയാടുക, മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടു
ചുട്ടുകൊല്ലുക, ഉദരം പിളർന്ന് കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്ത് വൃക്ഷക്കൊമ്പിൽ കെട്ടി വലിച്ചു കൊല്ലുക, ഇങ്ങനെ വിശുദ്ധന്മാരെ നീചമായി കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രാരംഭ കാലഘട്ടം. ക്രൈസ്തവ സമൂഹത്തിന് നേതൃത്വം നൽകിയ 2 കർത്തൃദാസന്മാരെ കൊല്ലുവാൻ റോമൻ ഗവൺമെന്റിന്റെ തീരുമാനമനുസരിച്ച് പത്രോസ് എന്ന അഭിഷിക്തനായ ദൈവവൃത്തിനെ പിടിച്ച് തലകീഴായി ക്രൂശിച്ചു കൊന്നു കഴിഞ്ഞു. ഈ പ്രത്യേക ഘട്ടത്തിലാണ് പൗലോസിനെ കുറിച്ച് അറിവ് കിട്ടിയത്. അദ്ദേഹം കർപ്പോസിന്റെ വീട്ടിൽ ചർമ്മലിഖിതങ്ങളും പുതപ്പും പുസ്തകങ്ങളുമായി ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. അങ്ങനെ റോമ പട്ടാളത്തിന്റെ പോലീസ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. വിസ്താരം കഴിഞ്ഞു. മരണ ദിവസവും മരണ രീതിയും തീരുമാനിച്ചു. അദ്ദേഹത്തെ ചരിത്ര പ്രസിദ്ധമായ മാർമാർട്ടിൻ ഗുഹകളിലൊന്നിൽ മരണത്തിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണമേ, എവിടെയാണ് മാർമാർട്ടിൻ ഗുഹ? ചരിത്ര വിസ്മൃതികൾ പേറിക്കൊണ്ട് ഇന്നുമുള്ള മാർമാർട്ടിൻ ഗുഹ കൂലംകുത്തി പതഞ്ഞു നുരഞ്ഞ് ടൈബർ നദി ഒഴുകുന്നതിന്റെ ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്ന കരിമ്പാറ കെട്ടുകളിൽ തൊട്ട് താഴെ കുത്തനെ താഴേക്ക് പണതിരിക്കുന്ന കരിങ്കൽ ഗുഹകളാണ്. ഏറ്റവും നീചരായ രാഷ്ട്രീയ തടവുകാരെ ഇടുന്ന ഈ ഗുഹയ്ക്കകത്ത് പകൽ ചുട്ടുപൊള്ളുന്ന ചൂടും രാത്രിയിൽ അസ്ഥി കോച്ചുന്ന തണുപ്പും നിറഞ്ഞ ഈ ഗുഹയ്ക്കകത്ത് ഈ കർത്തൃദാസനെ ഇട്ടിരിക്കുന്നു. ഇത്തരം ഗുഹകളിലെ കുറ്റവാളികളെ കൊല്ലുന്ന രീതി ഇങ്ങനെയാണ്. അരോഗതടകാത്രനായ ഒരു പടയാളി അവസാന സമയം ഈ ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങി വരും. ഒടുവിൽ ഈ കുറ്റവാളിയെ വെട്ടി നുറുക്കി കുഴിക്കകത്തേക്ക് വലിച്ചെറിയും. അതേ ടൈബർ നദിയിലേക്ക് വലിച്ചെറിയും. അതിലൂടെ ഒഴുകിപ്പോകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ദൈവദാസൻ മരണത്തോട് അടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതാണ്ട് 10-15 അടി കരിമ്പാറയിൽ കുത്തിപ്പണതിരിക്കുന്ന താഴേക്ക് കുത്തിയിറക്കിയിരിക്കുന്ന ഗുഹ. ആ ഗുഹയുടെ മുകൾ വശത്ത് കരിമ്പാറയുടെ കല്ലുകൊണ്ട് തന്നെ അടയ്ക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനിടയിലൂടെ ഒരു കൈകടക്കുന്ന ദ്വാരമുണ്ട്. കൈകടക്കുന്ന ദ്വാരം, അതിലൂടെയാണ് കുറ്റവാളിക്ക് അപ്പ വിട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഈ കുറ്റവാളി ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉറ്റവരെ ഒന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എഴുതുവാനൊരു സൗകര്യമുണ്ട്. ഈ ഭിത്തിയിൽ മുൻപോട്ട് ഉന്തി നിൽക്കുന്ന ഒരു കൽക്കഷണമുണ്ട്. ആ കൽക്കഷണത്തിലോട്ട് കയറിയിരുന്നാൽ മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തന്റെ തുകൽ ചുരുൾ നിരത്തി വെച്ചുകൊണ്ട് തനിക്ക് ആഗ്രഹങ്ങൾ, ഇംഗിതങ്ങൾ എഴുതാൻ കഴിയും. എന്തിന്? ഞാൻ ചിന്തിക്കുന്നു, ഇത് ആ ഗുഹയ്ക്കകത്ത് മരണത്തെ തൊട്ടു മുൻപിൽ കണ്ടുകൊണ്ട് ആ ഭിത്തിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കൽപ്പാളിയിലോട്ട് കയറിയിരുന്ന് ആ മുകളിൽ കൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തന്റെ തുകൽ ചുരുൾ നിരത്തി വെച്ചുകൊണ്ട് ഒരു പരാജിതനെ പോലെയല്ല, ഒരു ജയാളിയെ പോലെ താൻ എഴുതുകയാണ്. ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, എന്ത് നേടി? എഴുതുന്ന വാക്കുകൾ തുടരുകയാണ്. തിമോത്തിയോസേ, നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. ശീതകാലത്തിന് മുൻപേ വരുവാൻ ഉത്സാഹിക്ക. എന്താ പൗലോസേ, നിനക്ക് ഗുഹയ്ക്കകത്ത് പുതയ്ക്കാൻ പുതപ്പില്ലേ? 65 കോടി ഡോളറിന്റെ സ്വത്തിന്റെ നെറുകയിൽ കഴിഞ്ഞവനല്ലേ നീ? അതെ, നിനക്ക് 30-ലധികം പട്ടണങ്ങളും 39-ലധികം ദ്വീപുകളിലും ശക്തമായ സുവിശേഷത്തിന് കൊടുങ്കാറ്റ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ലേ? ഉണ്ട്. അവിടെ എങ്ങാനും ഒന്ന് അറിയിപ്പ് കൊടുത്താൽ 100 പുതപ്പുകൾ എത്താൻ സാധ്യതയില്ലേ? എന്നാൽ മാറി പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലുമില്ലാതെ കൊട്ടാരത്തിന്റെ സമൃദ്ധിയിൽ കഴിഞ്ഞവൻ ഇപ്പോൾ പുതപ്പ് പോലുമില്ലാതെ ഗുഹയ്ക്കകത്ത് കഴിയുമ്പോൾ ഇന്നത്തെ ആത്മീയതയുടെ ഭാഷയിൽ ഇതൊരു ശാപം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന്റെ ദർശനത്തിൽ ഓട്ടം തികയ്ക്കൽ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ആയുസ്സേ എനിക്കും നിനക്കുമുള്ളൂ. ഇത് തീരുന്നതിന് മുൻപ് എന്നെ കുറിച്ച് എന്റെ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി എനിക്ക് നിവർത്തിക്കണം എന്ന് കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ. ഒറ്റ ആയുസ്സേ നമുക്കിവിടെയുള്ളൂ. ഇത് അവസാനിക്കുന്നതിന് മുൻപ് എന്നെ കുറിച്ച് എന്റെ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി നിവർത്തിക്കണമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിനോട് പറ, എന്റെ കൊതി എന്റെ കർത്താവേ വലുത്, നിന്റെ ഹിതമാണ് എനിക്ക് വലുത്. എന്റെ ആ ഊർദ്ധശ്വാസം അവസാനിക്കുന്നതിന് മുൻപ് എന്നെ കുറിച്ചുള്ള നിന്റെ ഹിതം എനിക്ക് പൂർത്തി
പൂർത്തിയാക്കിയേ മതിയാകുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്താണ് പൗലോസ് ഈ വാക്കുകൾ കുറിക്കുമ്പോൾ ഉള്ളിൽ ഉദ്ദേശിച്ചത്? ഓട്ടം തികച്ചു. ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങളുടെ ഒക്കെ പുറകിൽ ചരിത്രം തുടിച്ചു നിൽക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ദൈവത്തിന് സ്തോത്രം, മാരത്തേൺ ഓട്ടത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗ്രീസും അതേ പേർഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ ചരിത്രം അതിന്റെ പുറകിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഗ്രീസും പേർഷ്യയും തമ്മിൽ കൊടിയ പോരാട്ടം നടക്കുകയാണ്. പോരാട്ടം ശക്തമായി മുൻപോട്ട് നീങ്ങുന്നു. ഗ്രീസ് പരാജയത്തിന്റെ നെല്ലിപ്പലകയിലെത്തി നിൽക്കുകയാണ്. ഒടുവിൽ ഗ്രീസിന്റെ പടയാളികൾ അതിശക്തമായ ജീവൻ പണയം വെച്ച പോരാട്ടത്തിൽ രക്തം കൊടുത്ത് അവസാനം വിജയം കൊയ്തെടുത്തു. ഗ്രീസിന്റെ പടയാളികൾ വിജയം കൊയ്തെടുത്ത വാർത്ത ഏതൻസിലെ കോടതി മുറിയിൽ അറിയിക്കേണ്ടതിന് വേണ്ടി യുദ്ധമേഖലയിൽ നിന്നും ഇതാ ഒരു പടയാളിയെ ഏതൻസിലേക്ക് അയക്കുവാൻ തക്കവണ്ണം പടയാളികൾ തീരുമാനിച്ചു. അങ്ങനെ ഒരു പടയാളി രാത്രിയും പകലും രാത്രിയും കല്ലും മുള്ളും മുരടും ചവിട്ടി ഓടി ഗ്രീസിലെ ഏതൻസിലെ കോടതി മുറിയിലേക്ക് ഓടി കയറിയിട്ട് എല്ലാവരും ആ കോടതി മുറിയിൽ ഇരിക്കുന്ന സമയം ഇങ്ങനെ അലറിക്കൊണ്ട് പറഞ്ഞു, കേട്ടോ, നമ്മൾ സന്തോഷിക്കുക, നമ്മുടെ യുദ്ധം ജയിച്ചു, നാം ജയിച്ചു. കേട്ടോ, സന്തോഷിക്കുക, നാം ജയിച്ചു. ഇത് 2-3 വട്ടം ആവർത്തിച്ചു പറയുകയും ഈ പടയാളി വീണു മരിക്കുകയും ചെയ്തത് ഒരുപോലെയായിരുന്നു. കോടതി മുറിയിലുള്ള ആളുകൾ എഴുന്നേറ്റ് പറഞ്ഞു, ഇദ്ദേഹം ഓട്ടം തികച്ചു. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ഞാൻ പറയട്ടെ, 1000 പൗണ്ട് പ്രതിമാസമോ അല്ലെങ്കിൽ ഓരോ ദിവസമോ സമ്പാദിച്ചു കൂട്ടാൻ ഉള്ള വഴി എന്താണ് എന്നതല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന് സ്തോത്രം. 100 ചാക്ക് അരി തിന്നു തീർക്കാനല്ല ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി. തലമുറകൾക്ക് വേണ്ടിയുള്ളതൊക്കെ വാരി കൂട്ടിയിട്ട് ഇവിടെ ധനാഢ്യനായി കഴിയാനല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. മരണത്തിന്റെ ഊർത്തശ്വാസം എത്തുന്നതിന് മുൻപ് നിത്യത നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗം ധന്യമായി ദൈവം സന്തോഷിക്കുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. എത്ര ദൈവമക്കൾ ആത്മാർത്ഥമായി പറയും, എനിക്ക് ആഗ്രഹം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നിറവേറ്റണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, സമൃദ്ധിയുടെ അനുഭവത്തിൽ എത്തി നിൽക്കുവാൻ ഈ കർത്തൃദാസന് ഭാഗ്യം ലഭിച്ചോ? നിങ്ങൾ അറിയണം, പുതപ്പ് പുതയ്ക്കാനുള്ള ഭാഗ്യം ഈ കർത്തൃദാസന് ഉണ്ടായോ? പുതപ്പ് പുതയ്ക്കാനുള്ള ഭാഗ്യം ഉണ്ടായോ? നിങ്ങൾ അറിയണം, തിമത്തിയോസിന്റെ കയ്യിൽ ഈ കത്ത് കിട്ടിയപ്പോഴേക്കും മുള്ളും മുരടും ചവിട്ടി ഇദ്ദേഹം നേരെ വനാന്തരങ്ങളെ താണ്ടി റോമിലെത്തിയിട്ട് അവിടെവിടങ്ങളിൽ തിരക്കി. പൗലോസ് എന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം കഴിഞ്ഞ കുണ്ടറ, അദ്ദേഹത്തിന്റെ സഹതടവുകാരെങ്കിലും ഉണ്ടോ? അവിടെവിടങ്ങളിൽ തിരക്കിയപ്പോൾ ആരോ പറഞ്ഞു, നിന്റെ പിതാവായിരുന്നോ പൗലോസ്? നിന്റെ പേരാണോ തിമത്തിയോസ്? അതെ, എന്റെ പേരാണ് തിമത്തിയോസ്. വലിയൊരു ഭാണ്ഡക്കെട്ടിനകത്ത് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കയ്യിൽ കരുതിയിട്ടുണ്ട്. ദൈവം പൗലോസിനെ കാണുവാൻ ചുറ്റിത്തിരിയുകയാണ്. അപ്പോൾ സഹതടവുകാരൻ ഒരാൾ പറഞ്ഞു, നിന്നെ ഓർത്ത് അദ്ദേഹം എന്നും കരയുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം നിന്നെ ഓർത്ത് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ രാവിലെ സമയം, ജൂൺ മാസം 29-ാം തീയതി AD 68, കഴിഞ്ഞ രാവിലെ സമയം റോമൻ പടയാളികളുടെ വാളിനൂണായി മാറി ഓസ്റ്റിയയിൽ വെച്ച് അദ്ദേഹത്തെ ശിരച്ഛേദം നടത്തി കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന്റെ ചില വസ്ത്രങ്ങളും ചിലതും നിങ്ങളെ ഏൽപ്പിക്കാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെ അദ്ദേഹത്തെ റോമൻ ഗവൺമെന്റ് ശിരച്ഛേദം നടത്തി. ഈ വാർത്ത ചെവിയിൽ പതിച്ചപ്പോഴേക്കും ചങ്ക് തകർന്നു പോയി. കയ്യിലെ ഫാണ്ടക്കെട്ട് തെറിച്ചു. ആ തറയിലേക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് 2 കൈകളും ഉയർത്തി, എന്റെ പിതാവേ പൗലോസേ, എന്റെ പിതാവേ പൗലോസേ എന്ന് പറഞ്ഞുകൊണ്ട് തിമത്തിയോസ് കരഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഒരു പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയോ? എവിടെയാ തുടങ്ങിയത്? കൊട്ടാര തുല്യമായ ഭവനാന്തരീക്ഷത്തിൽ. എവിടെയാ തുടങ്ങിയത്? $65 കോടി സ്വത്തിന്റെ നെറുകയിൽ. എവിടെയാ തീർന്നത്? ഒരു പുതപ്പ് പുതയ്ക്കാൻ പോലും ഭാഗ്യം കിട്ടാത്ത ജീവിതത്തിന്റെ കഷ്ടതയ്ക്ക് നടുവിൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതലേ, ആരും സഹിക്കാത്ത ശോധനകൾ നിന്നെ കാത്തിരിപ്പുണ്ടെങ്കിൽ, ആരും പ്രാപിക്കാത്ത പ്രതിഫല കിരീടങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ജീവിതത്തെ കുറിച്ച് എന്റെ ദൈവം നന്മയ്ക്കായി കരുതിയിട്ടുണ്ട്. എന്റെ ദൈവം അറിയാൻ ഒന്നും സംഭവിക്കില്ല. സ്തോത്രം പറയാൻ എത്ര ദൈവങ്ങൾ കഴിയും. ഗ്ലോറി
ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ജീവൻ പ്രാപിച്ച ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് യാത്രയോഗത്തിൽ ഇടപെടുന്നു. ആർക്കുമില്ലാത്ത ശോധനകൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത പ്രതിഫലങ്ങൾ നിന്നെ കാത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി എന്റെ കൊതി നിവർത്തിക്കുന്ന ഒരു ദൈവത്തെയല്ല, തന്റെ ഹിതം നിവർത്തിക്കുന്ന ദൈവത്തെയാണ് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ രാത്രി പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അന്ന് രാവിലെ സമയം ആ കുഴിയിൽ നിന്ന് ഈ കർത്തൃദാസനെ കരയിലോട്ട് കയറ്റി. ഒരു ശതാധിപ സംഘമാണ് ഈ കർത്തൃദാസന്റെ മരണത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഏതായാലും 5 പടയാളികൾ ഇടത്തും വലത്തും നിരന്നു എന്നാണ് ചരിത്രഗതി. എന്തായാലും വേണ്ടില്ല, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ഈ കർത്തൃദാസൻ കുലനിലത്തേക്ക് നീങ്ങുകയാണ്. അവിടെ നിന്ന് 3 മൈൽ അപ്പുറത്തുള്ള ഓസ്റ്റിയൻ പാതയിലെ വഴിത്തിരിവിലാണ് പരസ്യമായി ഇദ്ദേഹത്തെ തലവെട്ടി കൊല്ലാൻ റോമൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ആ കുല നടത്തുന്ന ഒരു ചന്ത ദിവസമായിരുന്നാണ് ചരിത്രം പറയുന്നത്. മതപരിവർത്തനം നിയമപരമായി കർക്കശത്വമാക്കേണ്ടതിന് കുല മറ്റുള്ളവർ മുന്നിൽ പരസ്യ സാക്ഷ്യമാക്കാനാണ് അങ്ങനെ ചെയ്തത്. ഒരു പ്രത്യേക പിരമിഡിന്റെ കീഴിലെ ചന്ത സ്ഥലത്തിന് നടുവിലൂടെയായിരുന്നു കുലനിലത്തേക്ക് പൗലോസിനെ നടത്തിക്കൊണ്ടുപോയത്. നിങ്ങൾ ഇന്ന് രാത്രി ആത്മ കണ്ണുകൾ കൊണ്ടത് കാണുക. ആ കുഴിക്കകത്ത് നിന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു പുതപ്പ് പോലും ഇല്ലാത്ത ഈ കർത്തൃദാസനെ എഴുന്നേൽപ്പിച്ച് 2 വശത്തും പടയാളികൾ നിരന്ന് ആ ഓസ്റ്റിയൻ പാതയിലൂടെ നടത്തിക്കൊണ്ടുപോകുന്ന രംഗം. ഇതാ ആ ചന്ത സ്ഥലത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ആളുകൾ മുഴുവൻ പുറകിൽ കൂടി ഒരു വലിയ ജനാവലി പുറകിൽ അണിനിരന്ന് നടക്കുമ്പോൾ മുൻപിൽ ഈ കർത്തൃദാസൻ നടക്കുകയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ദൈവത്തിന് സ്തോത്രം. കൈകൾ രണ്ടും ചങ്ങലയ്ക്കിട്ടപ്പെടപ്പെട്ടവനായി അതാ കുലനിലത്തേക്ക് നടന്നു നീങ്ങുന്നു. ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് അവൻ ധൈര്യത്തോടെ നടന്നു നീങ്ങുകയാണ്. ഈ സമയത്ത് ഈ കർത്തൃദാസന്റെ ഉള്ളിൽ മിന്നി മറഞ്ഞ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കണ്ടിട്ട് വിളിച്ചു പറയട്ടെ, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞ കർത്തൃദാസൻ ഒന്ന് ചേരാനുള്ള കൊതി കൊണ്ട് ഉള്ളം തുടിക്കുകയായിരിക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് വിളിച്ചു ചോദിച്ച കർത്തൃദാസൻ മരണത്തെ ഭയപ്പെടാതെ മരണസ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തേജസ്സിന്റെ പ്രഭയിൽ കണ്ട ദൈവപുത്രനെ നേരിട്ട് കാണാൻ സമയം അടുത്തു വരുന്നത് കൊണ്ട് ഈ കർത്തൃദാസന്റെ ഉള്ളം തിളയ്ക്കുകയാണ്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച രംഗം, സ്വർഗമഹിമയിൽ തന്റെ നാഥനെ കണ്ട രംഗം അവന്റെ ഉള്ളത്തെ ഓർമ്മയിൽ ഓടിയെത്തുകയാണ്. ഈ കർത്തൃദാസൻ ജീവിത ചിന്തകളോടെ കുലനിലത്തേക്ക് നടന്നു നീങ്ങുകയാണ്. മരണസ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ മുട്ടുകുത്തുവാൻ അധികാരികൾ കൽപ്പിച്ചു. ഈ കർത്തൃദാസൻ മുട്ടുകുത്തി തല 2.5 അടി പൊക്കമുള്ള ഒരു കൽത്തൂണിലേക്ക് ചരിച്ചുപോൽ. ഏതായാലും പടയാളിയുടെ ഖഡ്ഗം, വാൾ, ഈ അഭിഷിക്തന്റെ, ഈ പ്രവാചകന്റെ, ഈ ദർശകന്റെ, ലോകത്തിലുള്ളതെല്ലാം ചവറന്നെണ്ണി ദൈവഭൃത്യന്റെ കഴുത്തിലൂടെ ഒന്ന് കയറി ഇറങ്ങി. ആ കബന്ധം പുറകോട്ട് മറഞ്ഞു, രക്തത്തിൽ കിടന്ന് പിഴച്ചു. ആ തല മുൻപിൽ 3 സ്ഥാനങ്ങളിൽ ഉരുണ്ടു. ദൈവഭൃത്യൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി. ഇന്ന് രാത്രി ഞാൻ കൃപ പ്രാപിച്ച ദൈവമക്കളോട് ചോദിക്കട്ടെ, എന്ത് നേടി? ഈ ആയുസ് കൊണ്ട് എന്ത് നേടി? ഈ ആയുസ് കൊണ്ട് എന്ത് നേടി? മാറ്റിവെക്കാൻ എന്തുണ്ട് ഇവിടെ? ബാങ്ക് ബാലൻസ് ഉണ്ടോ? എന്തെങ്കിലും കൈവശമുണ്ടോ? എന്നാൽ ആ കർത്തൃദാസൻ ഒരു കാര്യം ഉറപ്പോടെ പറയാനുണ്ട്, എന്റെ ഓട്ടം ഞാൻ തികച്ചു. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ഒറ്റ ആയുസ്സേ ദൈവം നൽകിയിട്ടുള്ളൂ. ഇത് വേഗം തീരും. ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് മറന്ന് ഞാൻ വിശ്രമിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ, ദൈവത്തിന് സ്തോത്രം, ബാബു സക്കറിയ പാസ്റ്റർ വീട്ടിലെത്തിയാൽ തിരിച്ചു വാഹനത്തിൽ വന്ന് എനിക്കത് എടുത്തുകൊണ്ട് പോകാം. എന്നാൽ ഈ ആയുസിന്റെ ദിനങ്ങൾ തീരുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നീ ചെയ്തു തീർക്കാൻ ദൈവം പ്ലാൻ ചെയ്ത കാര്യം നിവർത്തിക്കാതെ ഇവിടുന്ന് കടന്നുപോയാൽ മടങ്ങി വന്ന് ഒന്നുകൂടെ ചെയ്തു തീർക്കാൻ ഒരായുസ് നിന്റെ മുൻപിലില്ല. ഇത് തീരുന്നതിന് മുൻപ് എന്നെ കുറിച്ച് എന്റെ ദൈവം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് നിവർത്തിക്കണം എന്ന് ദർശനമുള്ള ദൈവമക്കൾ എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? നിങ്ങൾ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങളുടെ അകക്കണ്ണുകൾ ഉയർത്തിപ്പറ, ഒറ്റ കൊതിയെ എനിക്കുള്ളൂ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കണം. എന്താ ഈ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നിന്നെ കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം നിന്നെ ഈ ഭൂമിയിൽ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവം.
നിന്റെ അപ്പനുള്ളതിനേക്കാൾ, നിന്റെ അമ്മയ്ക്കുള്ളതിനേക്കാൾ, നിന്റെ അടുത്ത രക്തബന്ധത്തിനുള്ളതിനേക്കാൾ നിന്നെ കുറിച്ചൊരു പ്ലാൻ നീ സേവിക്കുന്ന ദൈവത്തിനുണ്ട്. ഞാനൊരു വേദഭാഗം പറയാൻ തുടങ്ങുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നോടൊപ്പം സ്തോത്രം ചെയ്യണം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതൊരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മറക്കരുത്. ഒരു നെയ്ത്തുകാരൻ കൊട്ട മെടയുന്നത് പോലെ, ഒരു ഓല നെയ്തെടുക്കുന്നത് പോലെ നിന്റെ അമ്മയുടെ ഗർഭഗ്രഹത്തിൽ നിന്നെ മെടഞ്ഞവൻ ദൈവമാണ്. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നിന്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ അമ്മ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ അടുത്ത ബന്ധുക്കൾ ഉത്ഭവിക്കുന്നതിന് മുൻപ്, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ നിനക്കാരെങ്കിലും പേർ വിളിക്കുന്നതിന് മുൻപ് നീ എവിടെ ജനിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തായിരിക്കണം, നിന്റെ വരുമാന മാർഗം എന്തായിരിക്കണം, നിന്റെ വഴിത്തിരിവുകൾ എവിടെയൊക്കെ ആകണം, നിന്റെ ജീവിത പങ്കാളി ആരായിരിക്കണം. അതെ, നിന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കുമിടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ മുൻകൂട്ടി നിർണയിച്ചതിന് ശേഷം നിന്നെ ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ഇന്ന് രാത്രി അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഒരു കരം ഞാൻ ചലിക്കുന്നത് കാണുകയാണ്. അത് സാധാരണ കരമല്ല. ദൈവം എനിക്ക് വേണ്ടി നന്മയ്ക്കാക്കി ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആർക്കുമില്ലാത്ത ശോധനകൾ അനുഭവിക്കുന്ന ഒരാൾ ഇന്ന് രാത്രി ഈ ദൂത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീ നിരാശനായി മൗനമായിരിക്കരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ ധൈര്യത്തോടെ പറയണം, എന്റെ അപ്പനുണ്ടാകുന്നതിനേക്കാൾ, എന്റെ അമ്മയ്ക്കുള്ളതിനേക്കാൾ എന്നെ കുറിച്ചൊരു പ്ലാനുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. ആ കരം സാധാരണ കരമല്ല, ദൈവത്തിന്റെ തേജസ്സിന്റെ കരമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ആ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ രാത്രി നീ സഹിക്കുന്ന നിന്റെ പ്രതികൂലത്തെ നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ദൈവമാണ് നീ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം. ജോസേഫെ, സഹോദരന്മാർ മിസ്രൈമിലെത്തിയത് രാജവീതിയിലൂടെയാണ്. എന്നാൽ നീ മിസ്രൈമിലെത്തിയത് കുണ്ടറയിലൂടെയും കാരാഗ്രഹത്തിലൂടെയും പൊത്തിപ്പേറിന്റെ വീട്ടിലൂടെയും അപവാദത്തിന്റെ തുണിത്തുണ്ടിനിടയിലൂടെയുമാണ്. നിന്റെ സഹോദരന്മാരാരും മിസ്രൈമിൽ മന്ത്രിയാകാതിരുന്നപ്പോൾ അപവാദത്തിലൂടെ എത്തിയ നിന്നെ മന്ത്രി കസേരയിൽ ഇരുത്താൻ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചെങ്കിൽ അവൻ ഒരുക്കിയ കുഴിയെ നിന്റെ കസേരയിലോട്ടുള്ള ചവിട്ടുപടിയാക്കി മാറ്റാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ് എന്ന് വിശ്വസിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമേ, നിനക്കെതിരെ ഉയരുന്ന പ്രതികൂലത്തെ നിനക്കൊടുവിൽ നന്മയാക്കി മാറ്റാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ മൗനമായിരിക്കുകയല്ല. ദൈവ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യട്ടെ. ഒരു സാധാരണ ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം. ഞാൻ ആരാധിക്കുന്ന എന്റെ നാഥൻ ജനിക്കുന്നതിന് മുൻപ് എന്നെ കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ ഹൃദയസ്പർക്കായി ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഇംഗ്ലണ്ടിൽ നടന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതനായ കർത്തൃദാസൻ, ആ കർത്തൃദാസൻ ദൈവത്തിന് സ്തോത്രം കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് അദ്ദേഹം പ്രസംഗവേദിയിൽ എത്തിച്ചേരുന്ന കാലഘട്ടത്തിൽ ഇതാ കുതിരപ്പുറത്ത് പ്രസംഗവേദിയിലേക്ക് പോകുന്ന സമയം ഡ്രസ് ഇട്ട് കോട്ടിട്ട് വണ്ടിപ്പുറത്ത് കുതിരപ്പുറത്ത് കയറി കുതിരയെ നയിച്ച് നീങ്ങുമ്പോൾ ഷൂസിനകത്ത് വല്ലാത്ത ഉറുമ്പുകടി കൊണ്ട് കുനിഞ്ഞു കിടന്നാണ് താൻ കുതിരയെ ഓടിച്ചത്. ഓടിച്ചോടിച്ചോടിച്ചോടിച്ചോടി
ഓടിച്ചു കുനിഞ്ഞു കിടന്ന് ഷൂസിനകത്ത് കൈകൊണ്ട് സോക്സിനിടയിലെ ആ ഉറുമ്പിനെ തിരുമ്മിയാണ് യോഗസ്ഥലത്തെത്തിയത്. യോഗസ്ഥലത്തെത്തിക്കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു കാട്ടുകള്ളൻ അന്ന് രക്ഷിക്കപ്പെട്ടു. ഈ കാട്ടുകള്ളനോട് അനുഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ രാത്രിയും കൊടുങ്കാടിന് നടുവിൽ കള്ളനായി പണി നടത്തിയ ആളാണ്. പക്ഷെ ഞാൻ ഇവിടെ വരാൻ കാരണം ഇദ്ദേഹത്തിന്റെ പുറകിൽ ഒരു കരം വ്യാപരിക്കുന്നു എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേൾക്കണോ? അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തെ കൊല്ലാൻ പദ്ധതിയിട്ടുകൊണ്ട് ഞങ്ങൾ ഊടുവഴിയിൽ കമ്പി കുറുക വലിച്ചു കെട്ടി. എന്നാൽ കമ്പിയുടെ അടുക്കൽ വന്നപ്പോൾ ഇദ്ദേഹം കുനിഞ്ഞു. സ്തോത്രം. അല്പം കൂടെ മുൻപോട്ട് പോയി മറ്റൊരു വഴിയിൽ ഞങ്ങൾ കമ്പി വലിച്ചു കെട്ടി. അവിടെ ചെന്നപ്പോഴും അദ്ദേഹം കുനിഞ്ഞു. വേറൊരു ഊടുവഴിയിലെത്തി, അവിടെയും കമ്പി വലിച്ചു കെട്ടി. അവിടെയും അദ്ദേഹം കുനിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന്. ഇന്ന് രാത്രി ചില ഉറുമ്പുകടികൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളുണ്ടോ? മറ്റുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അതിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. അത് സാധാരണ കരമല്ല. നിത്യതയുടെ തീരത്തെത്തുന്ന സമയത്തെ നീ മനസ്സിലാക്കൂ, ഇതിന്റെ പുറകിൽ എന്റെ ദൈവം നന്മയ്ക്കായി ചെയ്ത കരമാണല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയെ നിനക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ദൈവമാണ് നീ സേവിക്കുന്ന ദൈവം. സ്തോത്രം. ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് പ്രായമുള്ള വൃദ്ധനായ ഒരു കർത്തൃദാസൻ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ അറിയപ്പെട്ട ഒരു കർത്തൃദാസൻ ജീവിച്ചിരുന്ന രംഗത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ വല്യമ്മച്ചി, 98 വയസ്സ് പ്രായമുള്ള വല്യമ്മച്ചി പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു. അമ്മച്ചി പറഞ്ഞു, ഈ കർത്തൃദാസൻ ഒരിക്കൽ ഇങ്ങനെ കണ്ണ് തുടച്ച് കയറി വരുന്നത് കണ്ടപ്പോൾ, ഞങ്ങളുടെ വീടിന്റെ മുകൾ ഭാഗത്ത് റബ്ബർ തോട്ടം കഴിഞ്ഞ് യാത്ര ചെയ്താൽ വനത്തിന്റെ ഒരു കുട്ടിവനത്തിന്റെ ഭാഗമുണ്ട്. അവിടെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ഏകാന്ത സ്ഥലം ഈ ദൈവഭൃത്യനുണ്ട്. കയറി വരുന്ന സമയത്ത് കണ്ണിങ്ങനെ തുടച്ചുകൊണ്ട് കയറി വരുന്നു. ഈ സമയത്ത് ചോദിച്ചു, അച്ചായ എന്നാ കരയുന്നത്? അപ്പോൾ ഈ ദൈവദാസൻ അമ്മച്ചിയോട് പറഞ്ഞു, കൊച്ചമ്മേ, ഞാൻ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുക. അപ്പോൾ ഈ ദൈവദാസനോട് അമ്മച്ചി ചോദിച്ചു, എന്താ ദൈവത്തോട് ചോദിക്കാൻ പോകുന്നേ? അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, കൊച്ചമ്മേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. ഒന്നുകിൽ കൂട് പൊളിച്ച് എന്നെ അങ്ങ് എടുക്കണം, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ തള്ളക്കിളിയെ നന്നാക്കണം. ഇത് പറയാൻ പോവുക. വേണ്ട ദർശനമില്ലാത്ത ജീവിത പങ്കാളിയുടെ വാക്കേറ്റവും ഒക്കെ മുഖാന്തരം മാനസികമായി തകർന്ന ഈ കർത്തൃദാസൻ ഉള്ളു തകർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കയറിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ അജണ്ട ഇതാണ്. സ്തോത്രം. ഒന്നുകിൽ കൂട് പൊളിച്ച് എന്നെ എടുക്കണം, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ തള്ളക്കിളിയെ നന്നാക്കണം. ഏതായാലും ചെന്ന് പ്രാർത്ഥന മണിക്കൂറുകൾ കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അന്നത്തെ ശൈലിയിൽ കടുങ്കാപ്പിയിൽ കന്നുന്നെയ് ഒഴിച്ചുകൊണ്ട് ഈ കർത്തൃദാസന് കൊണ്ട കൊടുക്കുവാനായിട്ട് ഓടി ഇറങ്ങി കൊണ്ട കൊടുക്കുന്ന സമയം എന്റെ വല്യമ്മച്ചി ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു. എന്നിട്ട് ദൈവം എന്താ മറുപടി പറഞ്ഞു? ഉടനെ ഈ കർത്തൃദാസൻ പറഞ്ഞത് കേൾക്കണോ? കൊച്ചമ്മേ, എന്നോട് ദൈവം പറഞ്ഞു, ഈ കല്ലേൽ അലക്കിയെങ്കിലേ ഈ തുണി വെളുക്കൂ എന്ന്. സ്തോത്രം. ഇപ്പൊ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് കാര്യം പിടികിട്ടി കാണുകയില്ല. ഏത് കല്ലേൽ അലക്കിയാൽ ഏത് തുണി വെളുക്കുമെന്ന് നന്നായി അറിയാവുന്ന ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവം. നിന്റെ ജീവിതത്തിൽ ഏത് ശോധന തന്നാൽ കറപറ്റാതെ നീ നിത്യതയിൽ എത്തുമെന്ന് അറിയാവുന്ന ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവം എന്നുള്ളത് കൊണ്ട് നിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തിരുന്ന് രാത്രി പറയണം, ആ കരം ഈ രാത്രി ഞാൻ കാണുന്നു. അതിന്റെ തിന്മയ്ക്കല്ല, അതിന്റെ നന്മയ്ക്കാണ്. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ഒരിക്കൽ സമൃദ്ധിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിനകത്തിരുന്ന്, കർത്താവേ, നീ കൊച്ചുകുഞ്ഞിനെ മറന്നോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അടുക്കളയിൽ ഒരു നിലവിളി കേട്ടു. ഓടി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യയുടെ കയ്യിൽ കഞ്ഞി തൂവി പൊള്ളി. ഉടനെ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ സഹോദരിയുടെ കൈക്ക് ശുശ്രൂഷ ചെയ്തെന്നാ പറയുന്നത്. സ്തോത്രം. കർത്താവേ, ഇപ്പോഴും നീ കൊച്ചുകുഞ്ഞിനെ ഓർക്കുന്നുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന കൃപ പ്രാപിച്ച ദൈവവൈതലേ, നിന്റെ പ്രതിസന്ധിയെല്ലാം ബന്ധനമാണെന്നും നിന്റെ പോരാട്ടങ്ങളെല്ലാം ശാപമാണെന്നും അതെല്ലാം സാത്താന്റെ സംഭാവനയാണെന്നും പഠിപ്പിക്കുന്ന ഇന്നത്തെ ആത്മീയ തലമുറയിൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി ഉറച്ചു വിശ്വസിക്കണം. നിന്റെ പോരാട്ടത്തിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. അത് സാധാരണ കരമല്ല. നിത്യത മുതൽ നിത്യത വരെ നിന്നെ അറിഞ്ഞതിന് ശേഷം ഈ ഭൂമി
ഭൂമിയിൽ ജനിക്കാൻ അനുവദിച്ച ദൈവത്തിന്റെ കരമാണെങ്കിൽ ഈ രാത്രി അത് ഉള്ളിൽ കയറുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പറഞ്ഞാട്ടെ, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ഈ ശോധനയുടെ പുറകിൽ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ചലിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ വിഷയം നിങ്ങളുടെ ഉള്ളിലൊന്നായാൽ ഞാൻ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായിരിക്കും. സ്തോത്രം. എന്താണ് എഴുതിയിരിക്കുന്നത്? വളരെ ശാന്തമായി നിങ്ങൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധ ഊന്നാനായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. എഴുതിയിരിക്കുന്ന അടുത്ത വാചകം കർത്താവിന്റെ ദാസന്മാരാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അടുത്ത വാചകം വായിച്ചാട്ടെ. വായിച്ചു. അവൻ മുന്നറിഞ്ഞവരെ. ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, മുന്നറിഞ്ഞവരെ. ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ്, മുന്നറിഞ്ഞവരെ. ഒന്ന്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. രണ്ട്, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ 5 വിരലും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്തോത്രം. 5 വിരലും ഉയർത്തിപ്പിടിച്ചാട്ടെ. 5 വിരലിൽ ഓരോ വിരലുകൾ മടക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതൊന്ന് എഴുതിയെടുക്കണം. സ്തോത്രം. ഒന്ന്, അവൻ മുന്നറിഞ്ഞവരെ. ഒന്ന് വേറൊന്ന് മടക്കിച്ചാട്ടെ. എന്നിട്ട് പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞു. ഞാൻ ഒഴുകി കയറി വന്നവനല്ല, ഞാൻ തിരശീലയ്ക്ക് പുറകിൽ പിറക്കുന്നതിന് മുൻപ് തന്നെ എന്റെ ദൈവം നിത്യതയിൽ എന്നെ മുന്നറിഞ്ഞ ദൈവമാണ്. ഒന്ന്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുപോകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്റെ ദൈവം എന്നെ മുൻ നിയമിച്ചു. രണ്ടാമത്തെ വിരൽ മടക്കിക്കൊണ്ടെന്ന് പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്നെ മുൻ നിയമിച്ചു. മുൻ നിയമിച്ചവരെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വിരൽ മടക്കിക്കൊണ്ടെന്ന് പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്നെ വിളിച്ചു. സ്തോത്രം. എന്റെ ദൈവം എന്നെ വിളിച്ചു. നാലാമത് ഇങ്ങനെ പറയണം, എന്റെ ദൈവം എന്നെ നീതീകരിച്ചു. അടുത്തത്, എന്റെ ദൈവം എന്നെ തേജസ്കരിക്കും. അങ്ങനെയാണെങ്കിൽ 5 കൂട്ടം കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിന്നെ കുറിച്ച് സ്വർഗത്തിന്റെ പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, മനുഷ്യരാരി കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും, തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയുമായി സകലത്തെയും തന്നെ ശക്തിയുള്ള കരത്താൽ വലിച്ചു വരുത്തിയ ഈ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തിന്റെ ദിവ്യ ജ്ഞാനം ഗ്രഹിപ്പാൻ ഈ കണഞ്ഞാൻകുടുക്ക പോലുള്ള തലയ്ക്ക് കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ രാത്രി സ്തോത്രം ചെയ്തിട്ട് പറയണം, എന്റെ ദൈവമേ, നിന്റെ ജ്ഞാനം ഗ്രഹിപ്പാൻ എന്റെ കണ്ണിന് ശക്തിയില്ല. സ്തോത്രം. ഒരു കൊച്ചു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ സ്പെഷ്യലിസ്റ്റുകളില്ലേ? എന്തിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്? ശരീരത്തിന്റെ, ഈ ശരീരത്തിന്റെ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന, പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുവായ നമ്മുടെ ശരീരത്തിന് ഇവിടെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഞാൻ ഈ രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, സാധാരണ കുട്ടികളെയാണോ മെഡിസിൻ പഠിക്കാൻ വിടുന്നത്? അല്ലല്ലോ. എക്സ്ട്രാ ബ്രില്യന്റിനെ അല്ലേ ആ വഴിക്ക് വിടുന്നത്? ഇനിയും ആവത്തുങ്ങൾ പോയാൽ തന്നെ ഏതിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരുപോലെ ശോഭിക്കാൻ പറ്റും? സ്തോത്രം. എല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട്, ബോൺ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒന്നങ്ങ് പഠിച്ചു കുറെ കഴിഞ്ഞപ്പോൾ കാർഡിയോളജിസ്റ്റ് ആയിട്ട് കൂടെ പഠിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എല്ലാ സ്പെഷ്യലിസ്റ്റും കൂടെ ഒരാളിൽ എന്നാ ഇരിക്കാത്ത? അതിനുള്ള കഴിവ് ഈ തലയ്ക്കില്ല. എന്റെ വാത്സല്യ സഹോദര, ഈ ശരീരത്തെ കളിമണ്ണിൽ കുഴച്ചുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസമൂതി രൂപപ്പെടുത്തിയ ദൈവത്തിന്റെ തലച്ചോറിന്റെ ജ്ഞാനം ഗ്രഹിപ്പാൻ എന്റെ കണ്ണിന് ശക്തിയില്ലെന്ന് ഓർക്കുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. എന്താ ഈ ഭൂമി? നമുക്കറിയാം, ഇത്രയും ഏതാണ്ട് 13 ലക്ഷം ഭൂമിമാരെ ഉദരത്തിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പം 9,30,00,000 മൈൽ അപ്പുറത്ത് നിൽക്കുന്ന സൂര്യനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 13 ലക്ഷം ഭൂമിമാർ വയറ്റിൽ പോന്നാൽ അതിനെ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പമുള്ള സൂര്യനാണ് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിലെ സൂര്യൻ. ഇനിയും ഈ സൂര്യ കുടുംബത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന മറ്റൊരു സൂര്യനെ കുറിച്ച് വായിച്ചത് ഇങ്ങനെയാണ്: സൂര്യൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ താരാപഥങ്ങളെ മുഴുവൻ ഉദരത്തിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ് ഇവിടെ അടുത്ത് നിൽക്കുന്നതെന്ന്. മനസ്സിലായില്ലല്ലേ? സൂര്യൻ ഉൾപ്പെടെ പ്ലൂട്ടോ വരെയുള്ള മുഴുവൻ ഗ്രഹങ്ങളുടെയും താരാപഥങ്ങളെ ഉദരത്തിൽ ഉൾക്കൊള്ളത്തക്ക ബാഹ്യ
വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ് സൂര്യന്റെ അടുത്ത് നിൽക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ നെബുലകളും ഗാലക്സികളും ആയി ചിതറിക്കിടക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പനയിൽ വിളിച്ചു വരുത്തിയ മഹാദൈവത്തിന്റെ ഓമനപുത്രൻ മുഖാന്തരം സ്വർഗത്തിന്റെ ദത്തുപുത്രന്മാരാണ് ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്ത നീയെങ്കിൽ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനോർത്ത് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുമോ? 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചത്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തേത് പറയാം, ദൈവത്തിന്റെ മുൻ അറിവ് എന്ന് പറഞ്ഞാട്ടെ. ഇനിയും എവിടെ അവസാനിക്കുന്ന അറിയാമോ? തേജസ്കരണത്തിലാണ് അവസാനിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ദൈവത്തിന് സ്തോത്രം 68 സിസ്റ്റവും കഴിഞ്ഞ ഒരു മൂപ്പന്റെ ശരീരമല്ല നിത്യതയിൽ പ്രാപിക്കാൻ തുടങ്ങുന്നത്. 68 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ശരീരവുമല്ല. 33.5 തിരുവയസ്സിൽ കല്ലറയെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രന്റെ ശരീരകാന്തിയുടെ തത്തുല്യ പ്രഭയണിഞ്ഞ് സ്തോത്രം നിത്യതയുടെ തങ്ക തെരുവീഥിയിൽ നടക്കാൻ ദൈവം മുൻനിർണയിച്ച ദൈവമക്കളാണ് എന്റെ മുൻപിലിരിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കളെങ്കിൽ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ വിളിയുടെ ഗൗരവമോർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഇത് എവിടെ തുടങ്ങി എന്നും എവിടെ അവസാനിക്കുന്നെന്ന് മനസ്സിലാക്കണം. സ്തോത്രം എവിടെ തുടങ്ങിയത്? ദൈവത്തിന് സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്നാ എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞത്? മുന്നറിഞ്ഞതിനെ കുറിച്ച് എഫേസ്യ ലേഖനം പറയുന്ന വാക്യം ഞാൻ ഇന്ന് രാത്രി ഉദ്ധരിക്കാം. ശ്രദ്ധയോടെ കേൾക്കണേ. നിങ്ങളൊക്കെ എന്നോടൊപ്പം ഉണ്ടല്ലോ. ഇതൊന്ന് അകത്ത് കയറിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. അവൻ മുന്നറിഞ്ഞവരെ എവിടാ മുന്നറിഞ്ഞത്? എഫേസ്യർ 3 ഇങ്ങനെ പറയുന്നു, സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ കാലങ്ങൾക്കപ്പുറത്ത് മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാൻ ഈ കൃപ ലഭിച്ചിരിക്കുന്നു. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണമെന്നുള്ളത് തന്നെ. ചുരുക്കി അങ്ങ് പറയാം, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആത്മസ്നാനം പ്രാപിച്ച് ഒരുപറ്റം ആളുകളെ ഗ്ലാസ്കോയിൽ നിന്ന് നിത്യതയിൽ എത്തിക്കണമെന്ന് സകലത്തും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലങ്ങൾക്കപ്പുറത്ത് മറഞ്ഞു കിടന്ന തീരുമാനമാണെങ്കിൽ നീ ഒഴുകിക്കയറി വന്നവനല്ല. ദൈവത്തിന്റെ അനാദി നിർണയത്തിലുള്ളവനാണ് നീ. എന്താണ് അനാദി? സ്തോത്രം. ആദി എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അനാദി എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. എന്താ ആദി? ഉൽപ്പത്തി 1:1. The beginning God creates earth and heavens. ആദി സ്വർഗങ്ങളും ഭൂമിയും ആദിയിൽ ദൈവം സൃഷ്ടിച്ചു. ആദിക്ക് മുൻപേ ദൈവം ഉണ്ടായിരുന്നോ? ആദിക്ക് മുൻപ് ഒരു കാലം ഉണ്ടായിരുന്നോ? മഹാകവി KV സൈമൺ സാർ അവരുടെ വേദവിഹാരത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ കടമെടുത്ത് പറയാം. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിന് അറുതി ഇല്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീല നീരതിയെ ഞാൻ ആദരാൽ വന്നിക്കുന്നേ എന്ന് പറഞ്ഞാൽ യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിന് അറുതി ഇല്ലാതുള്ള യുഗം മുൻപ്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ഇല്ല, ഇക്കാവുന്ന പ്രപഞ്ചമില്ല. നിതാന്ത ശൂന്യതയ്ക്ക് നടുവിൽ ദൈവമല്ലാതെ രണ്ടാമതൊരു സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതിരിക്കെ തൃത്വം തന്നിൽ തന്നെ സമ്പൂർണമായി വിരാജിച്ചരുളിയ പുരാതന കാല നിത്യതയിൽ 90 സങ്കീർത്തനത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് മുൻപേ ദൈവത്തിന്റെ സമ്പൂർണതയുടെ തൃപ്തക്കൂട്ടായ്മയ്ക്കുള്ളിൽ ഈ കാലൂന്നി നിൽക്കുന്ന ഭൂമി ഉണ്ടാകും മുൻപ്, ആദിമ മനുഷ്യനായ ആദം സൃഷ്ടിക്കപ്പെടും മുൻപ്, ഈ ഗാലക്സികൾ ഉണ്ടാകട്ടെ എന്ന കൽപ്പനയിൽ വിളിച്ചു വരുത്തും മുൻപ്, ഭാവികാല നിത്യതയിൽ തന്റെ പുത്രന്റെ മണവാട്ടിയായി തീരാൻ ദൈവം മുൻകണ്ട ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുമോ? സ്തോത്രം പറയാൻ
എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഞാൻ ഈ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? നീ ജനിക്കുന്നതിന് മുൻപ്, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ പൂർവകാല ജനന ചരിത്രത്തിന് മുൻപ് നിന്നെ മുന്നറിഞ്ഞ ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. രാജുമേത്ര പാസ്റ്റർക്ക് വിളിയും നീതീകരണവുമേ അറിയുള്ളൂ. എന്നാൽ വിളി, നീതീകരണം എന്നീ രണ്ട് കാര്യങ്ങൾ എന്റെ ആയുസ്സിൽ സംഭവിച്ചതാണ്. ഗദിയേലിന്റെ ഒറ്റത്തടിപ്പാലത്തിൽ പ്രതിസന്ധികളുടെ മുൾമുനയിൽ നിൽക്കുന്ന സമയം ഒരു കർത്തൃദാസൻ പ്രാർത്ഥിക്കാൻ വന്ന് വിളിച്ചപ്പോൾ, പ്രാർത്ഥനായോഗത്തിന് പോയി കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ വിളിയുണ്ടെന്ന് മനസ്സിലായി. കണ്ണുനീരോടെ ക്രൂശിന്റെ ചുവട്ടിൽ ജീവിതം സമർപ്പിച്ചപ്പോൾ നിന്നിൽ നീതീകരണം നടന്നു. ഇത് രണ്ടുമേ നിനക്കറിയൂ. എന്നാൽ നീ ജനിക്കും മുൻപ്, എന്തിന്? നിന്റെ അപ്പൂപ്പൻ ജനിക്കും മുൻപ്, ആദ്യമേ ആദാം പിറന്നു വീണ മുൻപ്, എന്റെ ദൈവം ഈ പ്രപഞ്ചം ഉണ്ടാക്കും മുൻപ് തന്റെ പുത്രന്റെ മണവാട്ടിപദം അലങ്കരിക്കാൻ നിത്യതയുടെ സ്നേഹക്കൂട്ടായ്മയിൽ എത്തിക്കേണ്ടതിന് കാൽവറി മുഖാന്തരം മുൻകണ്ട ദൈവ പൈതലാണ് ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളെങ്കിൽ, ഇത് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഇങ്ങനെ പറയാൻ കഴിയണം: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഒരു കരം ഇന്ന് രാത്രി ചലിക്കുന്നു. അതൊരു സാധാരണ കരമല്ല, എന്നെ രൂപപ്പെടുത്തുന്ന നാഥന്റെ കരമാണ്. ഈ ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇന്ന് കർത്താവിന് ആത്മാവിൽ ആരാധന അർപ്പിക്കട്ടെ. ഗ്ലോറി. വായടച്ചിന്ന് രാത്രി, ഈ രാത്രിയിൽ ഈ ബോധ്യമുള്ള ദൈവമക്കൾ ആരും മൗനമായി ദിവസം ഇരിക്കരുത്. എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും, ഒരു നരക കവാടങ്ങൾക്കും, ഒരു പാതാള ഗോപുരങ്ങൾക്കും, ഒരു ശാപത്തിന്റെ ബന്ധനങ്ങൾക്കും, ഒരാവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രത്തോടെ പറയണം: എന്റെ പുറകിൽ ചലിക്കുന്ന ഒരു കരം ഈ രാത്രിയിൽ കാണുന്നു. അത് സാധാരണ കരമല്ല, നിത്യത വരെ പ്ലാൻ ചെയ്തതിന് ശേഷം ഇവിടെ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവത്തിന്റെ കരം. ഒരിക്കൽ ഒരു കർത്തൃദാസൻ ഒരു ബൈബിൾ കോളേജിൽ ഈ വാക്യം പഠിപ്പിക്കുകയായിരുന്നു. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു വിദ്യാർത്ഥി എന്നിട്ട് ചോദിച്ചു: സാറേ, ആ വാക്യം ശരിയാണോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, ആ വാക്യം ശരിയാണോ? സകലതും എന്നതിന്റെ കീഴിൽ എന്തൊക്കെയുണ്ട് സാറേ? ആ സമയത്ത് ആ ദൈവദാസൻ പറഞ്ഞു: സകലതും എന്നതിന്റെ കീഴിൽ സകലതുമുണ്ട്. വീണ്ടും വിദ്യാർത്ഥി ഇങ്ങനെ ചോദിച്ചു: രോഗവും മരണവും അപകടവും ഉൾപ്പെടെ അതിന്റെ കീഴിലുണ്ടോ സാറേ? ആ ദൈവദാസൻ പറഞ്ഞു: അതെ, രോഗവും മരണവും അപകടവും ഉൾപ്പെടെ എന്തും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇന്ന് കാണുമ്പോൾ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയാണ്. സ്തോത്രം. ഈ സമയം സ്തോത്രം. ഈ കർത്തൃദാസൻ ക്ലാസ് കഴിഞ്ഞ് ബൈബിൾ കോളേജിൽ നിന്ന് കാറിൽ തന്റെ ഭാര്യയും കൂടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പട്ടണത്തിൽ വെച്ച് കാറ് ഒരു ട്രക്കുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തൽക്ഷണം മരിച്ചു. അദ്ദേഹം നിരവധി ഒടിവുകളോടുകൂടെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ഇന്റേണൽ ബ്ലീഡിംഗിൽ ഗൗരവമേറിയ സർജറികൾക്ക് വിധേയമായി ICUവിൽ കഴിയുമ്പോൾ സുബോധം വന്നപ്പോൾ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് തന്റെ വിദ്യാർത്ഥികളെ കാണുവാനാണ്. വിദ്യാർത്ഥികൾ തന്റെ കട്ടിലിന് ചുറ്റും കൂടി നിൽക്കുമ്പോൾ പ്രധാന വിദ്യാർത്ഥിയോട് അദ്ദേഹത്തിന്റെ ചെവി ഈ കർത്തൃദാസന്റെ വായോട് അടുപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് എന്ന വാക്യം ഇപ്പോഴും ശരിയാണ് എന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഞാൻ പറയട്ടെ, അടുത്ത ദിവസം ഇന്റേണൽ ബ്ലീഡിംഗ് വർദ്ധിച്ചു. ഈ കർത്തൃദാസൻ മരണത്തോടടുക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു: അവസാനത്തെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബാംഗങ്ങളെ വിളിച്ചു പറഞ്ഞുകൊള്ളുക. അവസാനമായി തന്റെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രതിനിധിയെ വിളിച്ചു. എന്നിട്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവിലായി മരണത്തിന് മുൻപ് ഈ കർത്തൃദാസൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നത് ഇപ്പോഴും ശരിയാണെന്ന് മാത്രമല്ല, എന്റെ ശവകുടീരത്തിന് മുൻപിലെ ഫലകത്തിൽ അത് എഴുതി വയ്ക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇന്ന് രാത്രി ഈ ഉറപ്പ് പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? നിന്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി നിന്റെ കൺമുൻപിൽ വലുതാണെങ്കിലും നിന്റെ അപകടത്തിന്റെ പുറകിൽ ഒരു കരം ഇന്ന് രാത്രി ചലിക്കുന്നു. അത് എത്ര വലിയ പദ്ധതിയാണെങ്കിലും ഇരുട്ട്
ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തിനെതിരെ ഒരുക്കുന്ന കണികളാണെങ്കിലും ഒടുവിലത്തെ അധ്യായത്തിൽ അത് നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ. ഇരുട്ടിന്റെ അധികാരത്തെക്കാൾ ദൈവശക്തിയുടെ കരം വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇപ്പോൾ സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുമോ? അന്ധകാരത്തിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തിൽ ഉപയോഗിച്ചു വെച്ചിരിക്കുന്ന അതിഭയങ്കരമായ തകർച്ചകൾ എത്ര വലുതാണെങ്കിലും അതിന്റെ പുറകിൽ ഇന്ന് രാത്രി മഹാദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. തിരശീലയ്ക്ക് പുറകിൽ മറഞ്ഞു കിടക്കുന്ന ആ കരത്തിന്റെ പുറകിൽ നടക്കാത്ത ഒരു കാര്യവുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിച്ചാൽ അന്ധകാര ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന കൊടിയ കണികളെ എനിക്ക് നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഞാൻ ചോദിക്കട്ടെ, ഏതെനിൽ ചരിത്രത്തിൽ പാപം ഉത്ഭവിച്ചില്ലായിരുന്നെങ്കിൽ കാൽവറിയിൽ ചരിത്രത്തിൽ യാഗം ഉത്ഭവിക്കേണ്ടി വരുമായിരുന്നോ? ഏതെനിൽ ചരിത്രത്തിൽ പാപം ഉത്ഭവിച്ചില്ലായിരുന്നെങ്കിൽ കാൽവറിയിൽ ചരിത്രത്തിൽ യാഗം ഉത്ഭവിക്കേണ്ടി വരുമായിരുന്നോ? ഒരു കാര്യം ഓർക്കുക, ഏതെനിലെ പാപം കാൽവറിയിലെ യാഗത്തിന് മുഖാന്തരമായി തീർന്നെങ്കിലും ഏതെനിലെ പാപം പോലും ഒടുവിൽ നന്മയ്ക്കാക്കി മാറ്റിയ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ആ കരം ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ.